ഫിഫ ലോകകപ്പിന് തുടക്കം. അതെ, 1930-ലാണ് സംഭവബഹുലമായ ആദ്യത്തെ ഫിഫ ലോകകപ്പിന് തുടക്കം കുറിച്ചത്. യോഗ്യതാ മത്സരങ്ങൾ ഇല്ലാതെ ഫിഫ നേരിട്ട് ക്ഷണിച്ച 13 രാജ്യങ്ങൾ 4 ഗ്രൂപ്പുകളായിട്ടാണ് മത്സരിച്ചത്. ഓരോ ഗ്രൂപ്പിലെയും ഒന്നാം സ്ഥാനക്കാർ സെമി ഫൈനൽ മത്സരങ്ങളിലേക്ക് നേരിട്ട് യോഗ്യത നേടുകയായിരുന്നു. 18 ദിവസം 1930 ജൂലൈ 13 മുതൽ ജൂലൈ 30 വരെ യുറുഗ്വേയിലെ മോണ്ടിവിഡിയോയിൽ വെച്ചായിരുന്നു മത്സരം. യുറുഗ്വേ, അർജന്റീന, ബ്രസീൽ, ചിലി, പെറു, പരാഗ്വേ, ബൊളീവിയ എന്നീ 7 ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും US, മെക്സിക്കോ എന്നീ 2 സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളും യുഗോസ്ലാവിയ, ഫ്രാൻസ്, ബെൽജിയം, റുമേനിയ എന്നീ 4 യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ആദ്യ ഫിഫ ലോകകപ്പിൽ പങ്കെടുത്തത്. ഇനി ആദ്യ ലോകകപ്പിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് പോകാം. ഫുട്ബോൾ ലോകകപ്പിലെ വിവാദങ്ങൾ ഏറെയാണ്. അതിൽ ആദ്യ വിവാദം ഗ്രൂപ്പ് 1-ൽ മെക്സിക്കോയെ തോൽപ്പിച്ച ഫ്രാൻസിന് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തന്നെ അർജന്റീനയെ നേരിടേണ്ടി വന്നത് എന്നതാണ്. അതായത് ഗ്രൂപ്പിലെ തന്നെ ചിലിയുടെ ആദ്യ മത്സരം തുടങ്ങിയിട്ട് പോലും ഇല്ലാത്തതിനാൽ വിവാദം മൂക്കാനും കാരണമായി. അതുപോലെ തന്നെ അർജന്റീന ഫ്രാൻസ് മത്സരത്തിൽ 6 മിനിറ്റ് മുന്നേ റഫറി ഫൈനൽ വിസിൽ മുഴക്കി എന്ന വിവാദവും ഉയർന്നു. വിവാദങ്ങൾ ഒരു വഴിയെ നടക്കുമ്പോൾ ലോകകപ്പിലെ തന്നെ ആദ്യത്തെ പെനാൽറ്റി സേവും നടന്നത് ഈ ഗ്രൂപ്പ് മത്സരങ്ങളിൽ തന്നെയായിരുന്നു. എന്തായാലും ഗ്രൂപ്പ് 1-ൽ ഫ്രാൻസിനെയും മെക്സിക്കോയെയും തോൽപ്പിച്ച ചിലിയെ അവസാന മത്സരത്തിൽ 1-നെതിരെ 3 ഗോളുകൾക്ക് കീഴടക്കി അർജന്റീന സെമിയിൽ കടന്നു. ഫൈനലിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ച ബ്രസീൽ സെമി പോലും കാണാതെ ഗ്രൂപ്പ് 2-ൽ നിന്നും പുറത്തായി. ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിൽ വമ്പന്മാരായ ബ്രസീലിനെ യുഗോസ്ലാവിയ 1-നെതിരെ 2 ഗോളുകൾക്ക് അട്ടിമറിച്ചു. ഗ്രൂപ്പിലെ മറ്റൊരു ടീം അന്നേ വരെ ഒരു അന്താരാഷ്ട്ര ടൂർണമെന്റിലും വിജയിച്ചിട്ടില്ലാത്ത ബൊളീവിയയായിരുന്നു. ബൊളീവിയയുമായി നടന്ന മത്സരം കൂടി വിജയിച്ച യുഗോസ്ലാവിയ സെമി ഉറപ്പിച്ചു. അവസാന മത്സരത്തിൽ ബൊളീവിയെ 4 ഗോളുകൾക്ക് ബ്രസീൽ തകർത്തെങ്കിലും 2 ടീമുകളും ടൂർണമെന്റിൽ നിന്നും പുറത്തായി. ആതിഥേയരായ യുറുഗ്വേയും പെറുവും റുമാനിയയും അടങ്ങിയതായിരുന്നു 3-ാം ഗ്രൂപ്പ്. ഫിഫ ലോകകപ്പിലെ ആദ്യ പുറത്താക്കൽ നടന്നത് ഈ ഗ്രൂപ്പിലെ മത്സരത്തിലായിരുന്നു. പെറുവും റുമാനിയയും തമ്മിൽ നടന്ന മത്സരം 1-1 എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് റുമാനിയയുടെ പ്ലസിഡോ ഗാലിൻഡോയ്ക്ക് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തേക്ക് പോകേണ്ടി വന്നത്. തുടർന്ന് 10 പേരുമായി കളിച്ച റുമാനിയ 1-നെതിരെ 3 ഗോളുകൾക്ക് പെറുവുമായി പരാജയപ്പെട്ടു. ലോകകപ്പിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ കാണികൾ കയറിയ മത്സരവും ഇതായിരുന്നു. കണക്കുകൾ പ്രകാരം വെറും 2459 പേർ മാത്രം. ആതിഥേയ രാജ്യമായ യുറുഗ്വേ സ്വാതന്ത്ര്യത്തിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്നത് കൊണ്ടും മുൻ ഒളിമ്പിക്സ് ചാമ്പ്യന്മാർ ആയതുകൊണ്ടും യുറുഗ്വേയ്ക്ക് വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ മുന്നിലില്ലായിരുന്നു. അതിനാൽ തന്നെ വളരെ കണിശമായ അച്ചടക്കത്തിലായിരുന്നു അവരുടെ പരിശീലനം നടന്നത്. ഇതിന്റെ ഭാഗമായി പരിശീലന ക്യാമ്പിലെ നിയമങ്ങൾ ലംഘിച്ച് ഭാര്യയെ സന്ദർശിച്ച ഗോൾ കീപ്പർ ആൻഡേഴ്സ് മസാലിയെ ടീമിൽ നിന്ന് പുറത്താക്കുക വരെയും ഉണ്ടായി. ആദ്യ മത്സരം പെറുവുമായി 1 ഗോളിന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ടൂർണമെന്റിലെ ഏറ്റവും കുറഞ്ഞ മാർജിനിൽ യുറുഗ്വേ വിജയിച്ച മത്സരവും ഇതുമാത്രമായിരുന്നു. 2-ാം മത്സരത്തിൽ റുമാനിയെ 4 ഗോളുകൾക്ക് തകർത്ത് സെമിയിൽ കടന്നു. അതേപോലെ ശക്തരായ ബെൽജിയവും അമേരിക്കയും പരാഗ്വേയും അടങ്ങിയതായിരുന്നു ഗ്രൂപ്പ് 4. ബെൽജിയത്തെ 3 ഗോളുകൾക്ക് അട്ടിമറിച്ച അമേരിക്ക പരാഗ്വേയും തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സെമിയിൽ കടന്നു. അങ്ങനെ ഓരോ ഗ്രൂപ്പിലെയും ചാമ്പ്യന്മാരായി അമേരിക്കയും അർജന്റീനയും യുറുഗ്വേയും യുഗോസ്ലാവിയയും സെമിയിൽ കടന്നു. അമേരിക്കയും അർജന്റീനയും തമ്മിലുള്ള ആദ്യ സെമി തന്നെ അക്രമാസക്തമായതിനാൽ അമേരിക്കയുടെ മധ്യനിര താരം റാഫേൽ ടെസിക്ക് കാലൊടിഞ്ഞ് പുറത്തു പോകേണ്ടി വന്നു. മത്സരത്തിലുടനീളം ആഞ്ഞടിച്ച അർജന്റീന 1-നെതിരെ 6 ഗോളുകൾക്ക് വിജയിച്ച് ഫൈനലിൽ കടന്നു. 2-ാം സെമിയിൽ യുറുഗ്വേ യുഗോസ്ലാവിയ മത്സരത്തിൽ ആദ്യ പകുതിയിൽ യുറുഗ്വേയെ 1 ഞെട്ടിച്ച് യുഗോസ്ലാവിയ ലീഡ് നേടിയെങ്കിലും പിന്നീട് അങ്ങോട്ട് യുറുഗ്വേയുടെ ആക്രമണമായിരുന്നു. യുഗോസ്ലാവിയെ 1-നെതിരെ 6 ഗോളുകൾക്ക് നിലംപരിശാക്കി യുറുഗ്വേ ഫൈനലിൽ കടന്നു. സെമിയിലെ റഫറിയുടെ തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ച് യുഗോസ്ലാവിയ ലൂസേഴ്സ് ഫൈനൽ കളിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും 3-ാം സ്ഥാനക്കാർക്കുള്ള ബ്രോൺസ് മെഡൽ ഫിഫ അമേരിക്കയ്ക്കും യുഗോസ്ലാവിയയ്ക്കും നൽകി. മുൻ മത്സരങ്ങളിലെ അക്രമങ്ങളും ആരാധകരുടെ പോർവിളികളും എല്ലാം കൂടി യുദ്ധസമാനമായ അന്തരീക്ഷമായിരുന്നു മോണ്ടിവിഡിയോയിൽ. ഫൈനൽ മത്സരം നിയന്ത്രിക്കാൻ ഒരു റഫറിമാരും തയ്യാറായിരുന്നില്ല. അവസാനം കളി തുടങ്ങാൻ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ബെൽജിയംകാരനായ റഫറി ജോൺ ലെൻജിനസ് ഫൈനൽ വിസിൽ മുഴങ്ങി 1 മണിക്കൂറിനുള്ളിൽ രക്ഷപ്പെടാൻ പാകത്തിൽ ബോട്ട് ഒരുക്കി നിർത്തണമെന്ന ഉപാധിയോടെ കളി നിയന്ത്രിക്കാൻ തയ്യാറായി. കളി തുടങ്ങി ആദ്യം സ്കോർ ചെയ്തത് യുറുഗ്വേ ആയിരുന്നു. ഉടനെ തന്നെ അർജന്റീന സമനില നേടുകയും പകുതി സമയത്ത് കളി പിരിയുമ്പോൾ 1-നെതിരെ 2 ഗോളുകൾക്ക് മുന്നിലാവുകയും ചെയ്തു.
ആദ്യ പകുതിക്ക് ശേഷം ശക്തമായി തിരിച്ചടിച്ച യുറുഗെ 2-4 ഗോളുകൾക്ക് അർജന്റീനയെ തകർത്ത് ആദ്യ ഫിഫ ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. ഫിഫ ലോകകപ്പിന്റെയും ഖത്തറിൽ നടക്കാൻ പോകുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെയും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.